ഗായ്സ്, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ യന്തിരൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെയിൽ ലാബിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരുപാട് റോബോട്ടിക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരാൾ ഓടിക്കൊണ്ടിരിക്കണു, അവിടെ ഒരാൾ ഓടിക്കൊണ്ടിരിക്കണു, ഇവിടെ ഒരാൾ നിൽക്കണുണ്ട്. അത്തരത്തിൽ വലിയ ഒരു വൺ സെറ്റപ്പ് ലാബിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രജനീകാന്ത് ഇരുന്ന് സംസാരിച്ചു പറഞ്ഞ ആ ഒരു സെയിം കസാരയിലാണ് ഞാനിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നെ വേറെ ലെവൽ ഐറ്റംസാണ് കേട്ടോ ഇവിടെയുള്ളത് ഫുള്ള്. നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം കുറേ കുഞ്ഞു കുഞ്ഞു റോബോട്ടുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3D പ്രിൻറ്റിംഗ് ആണ് കേട്ടോ. ഇത്തരത്തിൽ നമുക്ക് ഓരോ പീസുകളും കാര്യങ്ങളൊക്കെ 3D ആയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രിൻ്ററും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഡ്രോണുകൾ, കുഞ്ഞു കുഞ്ഞു റോബോട്ടുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് ഈ പറഞ്ഞ എന്തിനും ഷൂട്ട് ചെയ്തിട്ടുള്ള ലാബിൽ വന്നപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞത്. ഇതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. റോബോട്ടുകൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പരീക്ഷണങ്ങൾ നടത്താനും വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം ഇതേവരെ നിന്നിട്ടില്ല കേട്ടോ. ഇതിന് എന്ത് പണി കൊടുത്താലും അത് ചെയ്യും. അതായത് പടം വരയ്ക്കാൻ പറഞ്ഞാൽ പടം വരയ്ക്കും, എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്തു തരും. അത്തരത്തിലുള്ള ഒരു കുഞ്ഞ റോബോട്ടിനെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇൻ്റലിജൻസ് ഒക്കെയുള്ള ചെറിയ ചെറിയ റോബോട്ടുകൾ ഈ ഒരു ലാബിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതിൻ്റെ തലയും കാര്യങ്ങളൊക്കെ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തല കാര്യങ്ങളൊക്കെ കാണാം. അത്തരത്തിൽ 3D പ്രിൻ്റർ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു റോബോട്ടിൻ്റെ തലയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിരലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള, അതായത് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ റോബോട്ടിൻ്റെയും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു 3D പ്രിൻ്റർ വെച്ചിട്ടാണ് ശരിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഡ്രോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ അറിയാം ഇതെങ്ങനെയായിരിക്കും ശരിക്കും വരാമെന്നുള്ളത്. എൻ്റെ പൊന്നെ വേറെ ലെവൽ സ്ഥലത്താ. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. അതിന് മുമ്പ് സത്യത്തിൽ ഇതെന്താണ് സെറ്റപ്പ് എന്ന് നമുക്കൊരാളുടെ അടുത്ത് ചോദിക്കാം. ആദിൽ ബ്രോ, ശരിക്കും ഇത് രജനീകാന്തിൻ്റെ ലാബ് എന്നൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയത്, അതേപോലെ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇതെന്ന് വെച്ചാൽ റോബോട്ടിക് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ പറ്റിച്ചാണ് കേട്ടോ. ഇത് കൊച്ചിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് റോബോട്ടിക് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നമ്മളിവിടെ റോബോട്ടിക്സ് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ, അതുപോലെ തന്നെ സർവീസ് റോബോട്ടുകൾ ഡെവലപ്പ് ചെയ്യുക, അതിന്റെ റിസർച്ച്, പിന്നെ അതുപോലെ തന്നെ ഡ്രോൺ ടെക്നോളജി, 3D പ്രിന്റിങ്, ഈ ഒരു 5 ടെക്നോളജിയാണ് നമ്മുടെ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 3D പ്രിന്റിങ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, VR. അപ്പോൾ നമ്മൾ വെർച്വൽ റിയാലിറ്റിയിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ VR ലാബ്, പുതിയ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വീടുകളിൽ ഒരു സ്മാർട്ട് തിയേറ്റേഴ്സ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽസ്, ഇവിടെ എല്ലാം എയർപോർട്ട്സിലെല്ലാം വേണ്ട റോബോട്ട്സ്, പല ആവശ്യങ്ങളെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള റോബോട്ടുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മേജർലി ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് റിസർച്ച് ആണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഇത്. നമ്മുടെ സ്വന്തം കൊച്ചിയിലെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? പനമ്പള്ളി നഗറിലാണ് ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. ഞാൻ കംപ്ലീറ്റ് കാണിക്കാം. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ലഗേജ് പിന്നാലെ വരുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞില്ല, അത് അവിടെയാണ്. അത് നമ്മളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ്. ഇതാണ് അതൊരു കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് അതായത് നമ്മൾ അതിന്റെ റിസർച്ച് ജസ്റ്റ് നടക്കുന്നുള്ളൂ. അതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ഇത് ഫേസ് റെക്കഗ്നൈസേഷൻ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ വരുന്ന രീതിയിൽ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു സിസ്റ്റമാണ്. അതായത് ലഗേജ് നമ്മൾ വാങ്ങണ സാധനങ്ങളൊന്നും നമ്മൾ കൈകൊണ്ട് പിടിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ഇതിപ്പോ ജസ്റ്റ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ പക്ഷെ അത് ഫേസ് റെക്കഗ്നൈസേഷൻ ഒക്കെ ചെയ്ത് നമ്മുടെ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ പുറകെ വരുന്ന രീതിയിൽ അത്തരത്തിൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചേച്ചി കണ്ടുണ്ട് കേട്ടോ, ഒരു റോബോട്ടിക് ചേച്ചിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ഒരു റിസർച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇപ്പൊ സോഫിയ, വേൾഡിൽ ഹെൻസൺ റോബോട്ടിക്സിന്റെ സോഫിയ പോലെ നമ്മൾ ഐഹബ് റോബോട്ടിക്സ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ശരിക്കും ഇത് ഇങ്ങനെ ആയിരിക്കില്ല, നമ്മളതിന്റെ റിസർച്ച് ആണ്. ഇന്നിപ്പോ നമ്മൾ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ മറ്റൊരു ദിവസം ഡെഫിനറ്റ്ലി നമ്മൾ കാണിക്കാവുന്നതാണ്. ഒരു മനുഷ്യൻ പോലെ ബിഹേവ് ചെയ്യും. അതുപോലെ തന്നെ വോയിസ് റെക്കഗ്നൈസേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ സംസാരിക്കുന്നതിന് റിപ്ലൈ തരുന്ന രീതിയിൽ, അതുപോലെ നമ്മുടെ ബിഹേവിയേഴ്സ് എല്ലാം അത് പഠിക്കുന്ന രീതിയിൽ എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും കഴിവുള്ളൊരു ചേച്ചിയാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ റോബോട്ടിനെ ഉണ്ടാക്കാൻ, റോബോട്ടിനെ മാത്രമല്ല പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം കാണിക്കാം. ആദ്യമേ തന്നെ ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. കുറെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പനമ്പള്ളി നഗറിലുള്ള മനോരമ ജംഗ്ഷനിൽ കറക്റ്റായിട്ട് പറയാൻ പില്ലർ നമ്പർ 756 ഈ ഒരു വലിയ സ്ഥാപനം എന്ന് പറയുന്നത്. ഒരുപാട് സർവീസുകളാണ് കേട്ടോ ശരിക്കും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ഐ ഹബ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയുന്നത്. നിങ്ങൾക്ക്
എല്ലാവർക്കും അറിയാം, മുമ്പ് ഞാൻ എൻ്റെ ഐഫോണിൻ്റെ മെമ്മറി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോറൂമല്ല ഇവരുടെ വേറൊരു എടപ്പള്ളിയിലുള്ള ബ്രാഞ്ച് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ ഇത്തരത്തിലുള്ള വർക്കുകളാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ 128 GB ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഐഫോൺ ഉണ്ടായിരുന്നു. അത് എനിക്ക് 512 GB ഒരു സിമ്പിളായിട്ട് ആക്കി തന്നു. അത്തരത്തിൽ വളരെ റെയറായിട്ടുള്ള സർവീസുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിപ്പ് ലെവൽ സർവീസ്, അതേപോലെ തന്നെ ഐഫോൺ, സ്മാർട്ട് ഫോൺ, മാക്ബുക്ക്, ലാപ്ടോപ്പ്, അങ്ങനെ കണ്ട എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇവർ സർവീസ് ചെയ്യും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണുന്ന സമയത്ത് വലിയ ഒരു ഷോറൂമാണ് കേട്ടോ. അതായത് 3-4 ഫ്ലോറിലൊക്കെയാണ് ആയിട്ടാണ് ഇവരുടെ സർവീസുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേ ഓപ്പൺ കിച്ചണൊക്കെ പോലെ അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് സർവീസ് ചെയ്യുന്നത്? ഓപ്പൺ ആയിട്ട് നമ്മൾ ആപ്പിളിൻ്റെ സർവീസ് സെൻ്റർ കാര്യങ്ങൾ, അതായത് കസ്റ്റമർക്ക് കാണാമെന്നുള്ള ലെവലിൽ സർവീസ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ മാക്ബുക്ക് ചെയ്യുന്നുണ്ട്, സ്പീക്കർ കാര്യങ്ങൾ, അതായത് മാർഷല്, അങ്ങനെ കൂടിയ ലെവലിലുള്ള സ്പീക്കർ, പ്രൊജക്ടർ, അങ്ങനെ ഡിജിറ്റലായിട്ട് വരുന്ന എല്ലാ മേഖലയിലും സർവീസും കാര്യങ്ങളാണ്. ഇതിപ്പോൾ നിങ്ങളുടെ പുതിയ സ്ഥാപനമാണോ? പുതിയ സ്ഥാപനമാണ്. ഇതിൽ ഏറ്റവും നമ്മൾ മെയിനായിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്മാർട്ട് ഫോണിന് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, സർവീസിങ് കാര്യങ്ങളൊക്കെ. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, നിങ്ങൾക്കും ഇതേപോലെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഇവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റുഡൻസിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ബേസ് മുതൽ ഇപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ പോലും ബേസ് മുതൽ സ്മാർട്ട് ഫോണിൻ്റെ ലെവലിൽ എല്ലാ കാര്യങ്ങളും എന്നിട്ട് നമ്മൾ ആപ്പിളിൻ്റെ മേഖലയിലേക്ക് കിടക്കും. അത് ശരിക്കും ഇവിടെ തന്നെയാണ് പഠിപ്പിക്കുക, മേലത്തെ ലെവലിൽ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവരുടെ ആ ഒരു ക്ലാസ് റൂം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഒരുപാട് സ്റ്റുഡൻസ് മാത്രമല്ല, എക്സ്പീരിയൻസ് ഉള്ളവരും എക്സ്പീരിയൻസ് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ലാബാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് പുള്ളി പറഞ്ഞുതരും. ഇതാണ് പുള്ളി ഇവിടുത്തെ ചെയ്യാൻ. ഹലോ, ബ്രോൻ്റെ പേര്? എൻ്റെ പേര് പ്രവീൺ. പ്രവീൺ, നിങ്ങളാണ് മൊത്തം നോക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ നമ്മളാണല്ലോ വരുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ സ്മാർട്ട് ഫോൺ, ഐഫോൺ, ഈ സ്മാർട്ട് ഫോണിൻ്റെ ഐഫോണിൻ്റെ ഡീപ്പ് ലെവലിൽ റിപ്പയറിങ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ 2 രീതിയിലുള്ള സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ട്. അതിൽ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സ്, എന്ന് വെച്ചാൽ അവർക്ക് യാതൊരു വിധത്തിലും ഈ മേഖലയുമായിട്ട് ഒരു ബന്ധമില്ല ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ബേസ് ലെവലിൽ ബേസിക് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ഒക്കെ കൊടുത്ത് ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുപോയിട്ട് ഏറ്റവും സെറ്റ് പഠിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് എന്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വിട്ടുന്നത്. അതാണ് നമ്മളൊരു ലെവല്. ഈ ഫ്രഷേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ വല്ലതും ഉണ്ടോ? ബേസിക്കലി നമ്മൾ പറയുന്നത് +2 ആണെങ്കിൽ പോലും, +2 കഴിഞ്ഞ ഒരാൾക്ക് പഠിക്കാമെങ്കിൽ പോലും നമ്മൾ എല്ലാവരോടും പറയുക, എഴുതാനും വായിക്കാനും അറിയോ ഈ മേഖലയ്ക്ക് കടന്നു വരുന്ന നല്ല ജോലി സാധ്യത ഇഷ്ടം മാറി. കാരണം ഈ ടെക്നീഷ്യന്മാരെ കിട്ടാനില്ല. ഒരുപാട് സാധ്യതകളാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ആൾക്കാരനെ നിലവിൽ സർവീസ് സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഇവിടെ അല്ല, അത് വേറൊരു കാറ്റഗറി ഉണ്ട്. എന്ന് വെച്ചാൽ 5-6 വർഷം എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് നമ്മൾ ഇന്റർനാഷണൽ കമ്പനിയായ ജീലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ബേസിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ലെവല് അവർ ഓൾറെഡി റിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് മുകളിലേക്ക് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരാറുണ്ട്. ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മളിവിടെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പോൾ നിലവിൽ പഠിക്കുന്നുണ്ട്. ഒരു ബാച്ച് ഇപ്പോൾ ഇറങ്ങി അത്യാവശ്യം A to Z ലെവലിൽ അവർ നോർമലി ചിപ്പ് ലെവൽ, ഇപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ നോർമലി ഒരു ടെക്നീഷ്യൻ എങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ നോർമലി ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലും മേലേക്കാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ പഠിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മൾക്കുണ്ട്. കാരണം നമ്മളുടെ ഒരു ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ, അല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല സർവീസ് സെന്റർ ലെവലിൽ അത്രയും എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നത്. ആദ്യം വന്നിട്ട് നമ്മൾ എന്തല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യില്ല ചെയ്തത്. നമുക്ക് അത്രയും ബാക്കപ്പ് ഉള്ള ആ ബാക്കപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു കോൺഫിഡൻസ്, അതായത് കാര്യങ്ങളല്ല, അതിന് പുറമെ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ തീർച്ചയായും. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകൾ ഇവർക്ക് കിട്ടും ചെയ്യും. ഓക്കെ, നമുക്ക് ലാബ് കാണിക്കാം. അതിന് മുമ്പ് എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട്. ഇപ്പൊ എന്റെ വീട് കാസർഗോഡാന്ന് വിചാരിക്കാം, ഞാൻ എങ്ങനെ കൊച്ചിയിൽ വന്ന് ഇവിടെ പഠിക്കാം? കൊച്ചിയിൽ വന്ന് നമ്മളിവിടെ താമസ സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ചെറിയൊരു ഫീസ് കാര്യങ്ങൾ ഉണ്ടാവും എങ്കിൽ പോലും അത് എന്താണ് നല്ല രീതിയിൽ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കും. ഇതിന്റെ ടൈമിങ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈമായിട്ടോ 2 ഷിഫ്റ്റ് ആയിട്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താ വെച്ചാൽ ചില കുട്ടികൾക്ക് എന്തുണ്ടാവും, ഈ പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ തന്നെ പഠിക്കുന്ന കുട്ടികൾ ചില ആൾക്കാർ ഒരു രാവിലത്തെ ടൈം അവരിവിടെ പഠിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു പാർട്ട് ടൈം ജോബിന് എന്തെങ്കിലും പോകും. ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ രാവിലെ ഒരു പാർട്ട് ടൈം ജോബിനെല്ലാം പോകും. അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ 2 ടൈമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഒരു 3 hour അല്ലെങ്കിൽ 3.5 hour നമ്മൾ ക്ലാസ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ 6 മാസം മുതൽ 8 മാസം വരെ കോഴ്സ് ഉണ്ടാവും. കാരണം 6 മാസം മുതൽ 8 മാസം വരെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ കാറ്റഗറി പെട്ട കുട്ടികളാവില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 6 മാസം
മാസമാണ് നമ്മൾ നോർമൽ എങ്കിൽ പോലും നമ്മൾ പറയുന്നത് 8 മാസം വരെ എടുക്കാമെന്നാണ്. കാരണം അത്രയും ഡീപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ 8 മാസം മാക്സിമം പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇവരെ ഞാൻ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോയാൽ അറിയും അവിടെ പ്രാക്ടിക്കൽ ക്ലാസ് കുറവായിരിക്കും, തിയറി ക്ലാസ്സുകളായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളവിടെ ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടൊരു സജ്ജീകരണം ഇല്ല. എന്ന് വെച്ചാൽ ബെഞ്ചും ഡെസ്കൂട്ടുള്ള ക്ലാസ് റൂം കാണിച്ചോണ്ട് പറഞ്ഞു കാണിക്കാൻ നമുക്ക് ലാബ് നൈസായിട്ടൊന്നും നിങ്ങൾ കണ്ടു. ഇതൊരു ലാബ്. ഇവരൊക്കെ ഇവിടെ സ്റ്റുഡൻസ്, ഇവരൊക്കെ ഇവിടെ സ്റ്റുഡൻസാണ്, പല നാട്ടുകാരുണ്ട്. നമുക്ക് ഉള്ളിൽ കയറാം. ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. അതുപോലെ ലേഡി സ്റ്റുഡന്റ് ഒരാള് ഗേൾസ് പഠിക്കുന്നുണ്ട്. അതുപോലെ അപ്പുറത്ത് നമ്മളെ അപ്ഡേഷൻ ക്ലാസ്സിന് ഒരു ലേഡി ഇപ്പോൾ പഠിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വന്ന് പഠിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് എല്ലാം പ്രാക്ടിക്കൽ കേസ് എന്ന് വെച്ചാൽ തിയറി ആണെങ്കിൽ പോലും ഇവർ ഇപ്പൊ ഈ ഉപകരണങ്ങൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ ഉപകരണങ്ങളൊക്കെ നമ്മളെ സർവീസർ എന്താണ് യൂസ് ചെയ്യണത് ആ സെയിം ഉപകരണങ്ങൾ വെച്ചിട്ട് ഇവരെ പഠിപ്പിക്കുന്നത്. വേറെ ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും ഓരോ സ്പേസാണ്. അതായത് 2 പേർക്കും ഒന്ന് അങ്ങനെയുള്ള ഒരു ഇതില്ല, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തീർച്ചയായും ഇതിപ്പോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോണും അതേപോലെ തന്നെ ഒരു ആപ്പിൾ ഫോണും എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്? തീർച്ചയായും ഐഫോൺ, ആൻഡ്രോയിഡ് അതിന്റെ രണ്ടിന് ഡീപ്പ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇതേപോലെ അപ്പുറത്തെ ക്ലാസ് എന്താ പറയുക? അപ്പുറത്തെ ക്ലാസ് ജീലോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനി, നമ്മളുടെ കേരളത്തിലെ അവർ ഒരു ഒഫീഷ്യൽ പാർട്ണർ ഐഹബാണ്. അപ്പോൾ അവരുടെ ഒരു ക്ലാസ് അത് കാണിക്കാൻ പറ്റും? കാണിക്കാം തീർച്ചയായും. ഡിസ്റ്റർബൻസ് അവർക്ക് അവിടെ ജീലോൺ നേരിട്ട് ആൾ വന്നിട്ടാണ് ചെയ്യണത്. അതെ അല്ലേ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ശരിക്കും ഇപ്പുറത്തെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അത്യാവശ്യം ഈ സർവീസ് സെൻ്ററുകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ചേട്ടന്മാരുടെ ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇതെന്താ ശരിക്കും സംഭവം? നമ്മുടെ മൊബൈലിൻ്റെ ബോർഡാണോ? മൊബൈലിൻ്റെ ബോർഡാണ്. അപ്പോൾ എന്താ വെച്ചാൽ മാസ്റ്റർ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവരൊക്കെ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ലേഡി സ്റ്റുഡൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ലേഡി സ്റ്റുഡൻറ്റ്. അപ്പോൾ പല ഭാഗത്തുനിന്ന് വന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ ഇവർക്ക് എന്താ വെച്ചെങ്കിൽ നിലവിൽ ഇവരൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഇവിടെ എന്താ അപ്ഡേറ്റ് ചെയ്യുക, അവർ നിലവിൽ ചെയ്യുന്ന വർക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ സ്റ്റുഡൻസിന് ഓൾറെഡി നമ്മൾ ഫ്രഷ് ആയി വരുന്ന ആൾക്കാർക്കും നമ്മൾ ഒരുവിധം ഈ ലെവലിലേക്ക് എന്ത് ചെയ്യാൻ എത്തിക്കാറുണ്ടല്ലേ. നമ്മുടെ ഒരു മൊബൈലിൻ്റെ ബോർഡാണ് കേട്ടോ നിങ്ങളിപ്പോൾ ആ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഐസി ഒക്കെ വെക്കണ ആ ഒരു ഭാഗം അല്ലേ. ഇതെങ്ങനെ തോന്നിയത്? മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണോ? മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഇത്തരത്തിലൊക്കെയാണ് ശരിക്കും ഇവിടുത്തെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വിദേശത്ത് ഇന്ത്യയുടെ ഡയറക്ടർ ആണോ? ആളെന്ന് നൈസായിട്ടൊന്ന് മലയാളിയാണോ പുള്ളി? മലയാളം പറയും, ബേസിക്കലി മംഗലപുരാണ്. ആളാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ആയവരുടെ നോളജും കാര്യങ്ങളൊക്കെ ശരിക്കും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഓക്കെ. നോക്കി സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണട്ടോ, ഇത്തരത്തിലാണ് ശരിക്കും സംഭവങ്ങളൊക്കെ പഠിപ്പിക്കണല്ലേ. എല്ലാവിധ സാമഗ്രികളും ഉണ്ടെന്നല്ലേ. നമ്മുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ? തിയറി ക്ലാസ് ആണോ കൂടുതൽ? തിയറി പ്രാക്ടിക്കൽ ഫുള്ള്. ഇപ്പൊ എത്ര ആളെ വന്നിട്ട്? 4 ദിവസമായിട്ടുള്ള ക്ലാസ്. 4 ദിവസം. എവിടെ സ്ഥലം ശരിക്കും? നമ്മള് മലപ്പുറം പെരുന്തൽമണ്ണ ആണല്ലേ. സ്റ്റേയും കാര്യങ്ങളൊക്കെ? സ്റ്റേ നമ്മളെ ഫ്രണ്ടിന്റെ കൂടെയാണ്. അതല്ലേ. ഓക്കെ. ക്ലാസ് ഇവര് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ പോയി വരിക. ഹലോ ബ്രോ, എൻ്റെ പേരെന്താ? ഡെയിലി തിരുവനന്തപുരത്ത് കൊച്ചിക്ക് പോയി വരുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ സാധ്യത അറിയണോണ്ടാണ് അവർ ഈ റിസ്ക് എടുത്ത് ഇത്രയും വരുന്നത്. ഇവര് എന്താ 25 days ആണ് ഈ ക്ലാസ് വരുന്നത്. ഇവര് നിലവിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് 25 days കൊണ്ട് ഇവര് ഓക്കെ ആവുന്നത്. ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇവർക്ക് കിട്ടേണ്ട ബേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫ്രഷേഴ്സിനെ വാർത്തെടുക്കുന്നത്. ഓക്കെ. അപ്പുറത്തെ ക്ലാസ്സിൽ കണ്ടില്ലേ, അപ്പുറത്തെ ലാബിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവർ ആദ്യം വരുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു മേഖലയെ കുറിച്ച് അറിയില്ല. ആ ഒരു ഇലക്ട്രോണിക്സും കാര്യങ്ങളും കൊടുത്ത് ഘട്ടം ബേസിക് നോളജ് മുതൽ തീർച്ചയായും. നിങ്ങൾ എത്ര ടീച്ചേഴ്സ് ഉണ്ട് ശരിക്കും? ഇവിടെ ടീച്ചേഴ്സ് 4 പേരുണ്ട്. അത്യാവശ്യം 5-6 വർഷവും അല്ലെങ്കിൽ 10 വർഷത്തിനോളം ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ്. ജോലി ചെയ്ത് എക്സ്പീരിയൻസ് നിലവിൽ സർവീസ് സെന്ററിൽ വർക്ക് ചെയ്ത ടീച്ചേഴ്സും ഇവരൊക്കെ ഉണ്ട്. അവർക്ക് അവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഷെയറിംഗ് കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഇതിന് പുറമെ നമ്മളുടെ പല ബ്രാഞ്ചുകളിലുള്ള നിലവിലുള്ള ടെക്നീഷ്യന്മാരുണ്ടല്ലോ, അവർ നേരിട്ടെത്തിയിട്ട് ഇവരുടെ ക്ലാസ്സുകൾ നടത്തില്ല. അവരുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുക, അവർക്കുള്ള അറിവുകൾ ഇവർക്ക് ആ രീതിയിൽ കൂടി നമ്മൾ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കോഴ്സ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾ പഠിച്ചിറങ്ങിയെന്ന് വിചാരിക്കുക,
ഈ സർവീസ് സെന്റർ അതേപോലെ തന്നെ വേറെ എന്തൊക്കെ അവസരങ്ങളുള്ളത്? യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ മൊത്തം അവസരമായി നമ്മളെ തന്നെ അറിയാം. ഇവിടെ ഒരുപാട് മാർഷൽ പോലുള്ള സ്പീക്കേഴ്സ് കാര്യങ്ങൾ ഇതിനൊക്കെ സർവീസ് നമ്മൾ അല്ല, വാച്ച് മുതൽ എല്ലാം സാധ്യതകളാണ്. നോർമലി ഇവരൊക്കെ വരുന്നത് ബേസിക്കലി ഈ ഇലക്ട്രോണിക്സിന്റെ ബേസിൽ നിന്നാണ്. ഈ ബേസിൽ നിന്ന് വന്നൊരാളെ സംബന്ധിച്ചിടത്തോളം ഇതിക്കൊക്കെ കടന്നു പോവാം, ക്യാമറ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും കടന്നു പോകും. പക്ഷെ അതിനൊരു ഇൻട്രസ്റ്റോട് കൂടി നിൽക്കണം എന്നുള്ളൂ. കാരണം പാഷൻ. പാഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തന്നെ ഐഫോണിനും ആൻഡ്രോയിഡിനും 2 സെക്ഷനായിട്ടാണ് സർവീസ് വരുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഐഫോണിൽ ഇരിക്കുന്ന ആൾക്ക് ടൈമില്ല ആൻഡ്രോയിഡ് ചെയ്യാൻ. ഇപ്പൊ എല്ലാതും കൂടി പഠിച്ചാലും അവർക്ക് ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്പീക്കർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫോൺ ചെയ്യാനുള്ള സമയമില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നല്ലാതെ ഈ ഒരു മേഖലയ്ക്ക് കടന്നുള്ള ഇഷ്ടം മാതിരി ഒരു കടലാന്നൊക്കെ പറയാം. അതായത് ഓരോ ദിവസം ഓരോ ബ്രാൻഡിന്റെ 5-6 ഫോണുകളൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് ഇതിന്റെ ഒരു സാധ്യത, ട്രെയിനിങ്, ട്രേഡിംഗ്, മാനുഫാക്ചറിങ്, റിപ്പയറിംഗ്, ഇതൊക്കെ ഇതിന്റെ സാധ്യതകളാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ സാധ്യതകളാണ്. നല്ല ജോലി സാധ്യത ഇഷ്ടംമാതിരി നമ്മൾ തന്നെ ഇത് ട്രെയിൻ ചെയ്ത ആൾക്കാർക്ക്. ഇപ്പൊ ചില ആൾക്കാർ ഇവിടെ സർവീസ് സെന്റർ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. ഈ സർവീസ് സെന്ററിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോർമലി ഇത് കഴിഞ്ഞ ട്രെയിനിങ് ഒക്കെ അവരുടെ സർവീസ് സെന്റർ തന്നെ ചെയ്യാം. പക്ഷെ ചില ആൾക്കാർ വരുന്നത് അവർ പ്രാക്ടിക്കലി ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ടി വരും. പിന്നെ ചില ആൾക്കാർ എങ്ങനെയാ വെച്ചാൽ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സർവീസ് സെന്റർ ഉണ്ടാവും. അപ്പൊ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് അവരുടെ സർവീസ് സെന്ററിലേക്ക് പോകും. ഇങ്ങനെയൊന്നും ബാക്കപ്പ് ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്. ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്താ ചെയ്യാച്ചെങ്കിൽ നമ്മൾ തന്നെ വന്ന് ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ഷോറൂമുകളിൽ 3 കൊച്ചിയിലുണ്ട്, പിന്നെ തൊടുപുഴ, പട്ടാമ്പി ഒക്കെ നമ്മളുടെ ഐഹബിന്റെ ഷോറൂം ഉണ്ട്. ഈ പട്ടാമ്പി, തൊടുപുഴ, അതുപോലെ തന്നെ പനമ്പള്ളി നഗർ, അതുപോലെ പാലാരിവട്ടം, എടപ്പള്ളി ഞാൻ അടുത്തൊരു ഔട്ട്ലെറ്റ് കൂടി വരാൻ പോവാണ്. ഇപ്പോൾ ഇവിടുത്തെ സെന്ററുകളിലും പിന്നെ അതിന് പുറമെ നമ്മളുടെ ക്വാളിറ്റിയിൽ കൂടുതൽ സർവീസ് ചെയ്യുന്ന സെന്ററുകളിലും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം 12 മന്ത് എക്സ്പീരിയൻസും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം പ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കും. ഈ രീതിയിൽ അതെന്താ വെച്ചാൽ ഒരു ബാക്കപ്പ് അവർക്ക് സർവീസ് സെന്ററുമായിട്ടൊന്നും ആരും ബന്ധവും കാര്യങ്ങളും ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഈ രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവർ തന്നെ ഈ ഒരു മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുക എന്നതിലുപരി ജോലി ചെയ്യിക്കുക, അവർ ഒരു എന്റർപ്രണർ ആവുക എന്നുള്ള രീതിയിൽ അത്രയും ഒരു ഡ്രീമോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ സ്ഥാപനം ഏത് ലെവലിൽ ഇരിക്കണോ അതിനെക്കാട്ടും മുകളിൽ അവരെത്തണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മേഖലയിൽ സാധ്യതകൾ ഇഷ്ടം മാറിയാണ്. അതുകൊണ്ട് നമ്മളും വളരുന്നതിനൊപ്പം നമ്മളെ കുട്ടികളും എന്ത് ചെയ്യുക, വളർന്നു വരിക. അതാണ്. ഇതേപോലെയുള്ള അടിപൊളി സർവീസുകളും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഇവർ ശരിക്കും പുറത്ത് എത്തിച്ചുകൊണ്ടിരിക്കണല്ലേ. തീർച്ചയായും. ഉദാഹരണത്തിന് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിലവിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ചിന്തിക്കുക എന്താ, നോർമലി അവരുടെ ഒരു സാധ്യത കുറയുന്നല്ലേ. നോർമലി ഇവരൊക്കെ ഈ എറണാകുളം ബേസിലും അവിടെയൊക്കെ സർവീസ് പല രീതിയിൽ ഇവരൊക്കെ ഈ ഒരു സർവീസിൽ ഇത്രയും അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ സർവീസ് കുറയല്ലേ ചെയ്യും. നമ്മൾ സന്തോഷിക്കുക. കാരണം ഇവർ വളരുമ്പോൾ നമ്മളും വളരുന്ന ആ ഒരു രീതിയാണ് നമ്മൾ. ഞാൻ ശരിക്കും ഇവിടെ ഒരു ഐഫോണിൻ്റെ മെമ്മറി അപ്ഗ്രേഡ് ചെയ്യാൻ വന്നിട്ട് ഉള്ള ബന്ധമാണ് ഇവരായിട്ട്. അത്തരത്തിൽ ഇവരെ പരിചയപ്പെട്ട് ഇത്തരത്തിൽ നല്ല കോഴ്സുകൾ, അതായത് കഴിവുള്ളവർക്ക് നല്ല അവസരങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നൈസായിട്ട് നിങ്ങളും കൂടെ നൈസായിട്ടൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഒക്കെ താല്പര്യമുള്ള നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവരുടെ കംപ്ലീറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം. അഡ്രസ്സ് ഇവിടെ പനമ്പള്ളി നഗറിൽ മനോരമ ജംഗ്ഷൻ തന്നെ. പില്ലർ നമ്പർ ഞാൻ രാവിലെ പറഞ്ഞു. മനോരമ ജംഗ്ഷൻ തന്നെ. മനോരമ ജംഗ്ഷനിൽ നമ്മളെ സൗത്ത് ബ്രിഡ്ജിന്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇവരുടെ ഗൂഗിൾ മാപ്പിന് ലൊക്കേഷൻ, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം ഐ ഡി, കോൺടാക്ട് നമ്പർ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീഡിയോൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരില്ലേ? തീർച്ചയായും ഒക്കെ പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്.